ശബരിമല ഡ്യൂട്ടിയിലുള്ള 7000 പേർക്ക് തദ്ദേശ തെരഞ്ഞെടുപ്പിൽ വോട്ട് ചെയ്യാനാകില്ല എന്നുള്ള വാർത്ത വരുന്നു. തെരഞ്ഞെടുപ്പ് ഡ്യൂട്ടിയിലുള്ളവർക്ക് മാത്രമേ തപാൽ വോട്ട് അനുവദിക്കൂ എന്ന തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ നിലപാടാണ് തിരിച്ചടിയായത്. പത്തനംതിട്ട ജില്ലാ കളക്ടർ എസ് പ്രേംകൃഷ്ണൻ IASന്റെ കത്തിന് മറുപടി ലഭിച്ചില്ല. 3400 പോലീസുകാർക്കും റവന്യൂ, ഫോറസ്റ്റ്, ഫയർ, എക്സൈസ്, LSJD വകുപ്പുകളിൽ ശബരിമല ഡ്യൂട്ടിയിലുള്ളവർക്കുമാണ് വോട്ട് നഷ്ടമാവുക. അർജുൻ കല്യാട് നമുക്കൊപ്പം. അർജുൻ കല്യാട്, ഓരോ വോട്ടും അത് ഓരോരുത്തരുടെയും ഉത്തരവാദിത്വവും അവകാശവുമാണ്. ഈ ജനാധിപത്യ ബോധത്തോടെ ഉയർത്തിപ്പിടിക്കേണ്ട ആ അവകാശമാണ് അവർക്ക് നഷ്ടമാകുന്നത്. എന്തെങ്കിലും പരിഹാരമുണ്ടാകുമോ? സുജിയ, ആദ്യഘട്ടം മുതൽ തന്നെ ഈ സർവീസ് സംഘടനകളും പോലീസുകാരുടെ അസോസിയേഷനും എല്ലാം തന്നെ തെരഞ്ഞെടുപ്പ് കമ്മീഷനോട് വോട്ട് അനുവദിക്കണം, ശബരിമല ഡ്യൂട്ടി ഒരു പ്രത്യേക സാഹചര്യം പരിഗണിച്ചുകൊണ്ട് ഡ്യൂട്ടി അനുവദിക്കണമെന്നുള്ള അപേക്ഷ നൽകിയിരുന്നു. പക്ഷേ ആ അപേക്ഷയൊന്നും തന്നെ ഒരു ഫലപ്രാപ്തിയിലേക്ക് എത്തുന്നില്ല എന്നുള്ളതാണ് ഇപ്പോൾ നമുക്ക് ലഭിക്കുന്ന വിവരങ്ങൾ. ഏറ്റവും പ്രധാനമായി ഇപ്പോൾ ഈ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പറയുന്നത് അവർ ഏതെങ്കിലും തരത്തിൽ സാങ്കേതികമായി ഇതിന് മറുപടി നൽകാത്തതോ അല്ലെങ്കിൽ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ടൊരു അനുകൂല നിലപാട് സ്വീകരിക്കാത്തതോ അല്ല പ്രശ്നം. ഇലക്ഷൻ കമ്മീഷന് ഒരു ചട്ടമുണ്ട്. ആ ചട്ടത്തിൽ പറയുന്നത് തിരഞ്ഞെടുപ്പ് ഡ്യൂട്ടിയിലുള്ളവർക്ക് ഈ പറയുന്ന തപാൽ വോട്ട് അനുവദിക്കാമെന്നുള്ളതാണ്. ശബരിമല ഡ്യൂട്ടി തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഒരു പ്രവർത്തനമായി കണക്കാക്കാൻ വേണ്ടി കഴിയില്ല. അതുകൊണ്ടാണ് ഇത്തരമൊരു പ്രശ്നം തങ്ങൾക്കുണ്ടാവുന്നത് എന്നുള്ളതാണ് ഇലക്ഷൻ കമ്മീഷൻ തന്നെ പറയുന്നത്. ഇപ്പോഴെന്തായാലും 7000-ലധികം വരുന്ന സാധാരണ വോട്ടർക്കാണ് ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ വോട്ട് ചെയ്യാൻ വേണ്ടി കഴിയാത്ത തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ മുന്നിലേക്ക് വെക്കുകയാണ്. ഇക്കാര്യത്തിൽ എന്താണ് എടുക്കാൻ പോകുന്ന തീരുമാനം, അവർക്ക് വോട്ട് ചെയ്യുന്നതിനുള്ള അവസരം ഒരുങ്ങണം എന്നുള്ളതാണ് ജനാധിപത്യ വിശ്വാസികൾ എന്ന നിലയിൽ നമ്മൾ എല്ലാവരും ആഗ്രഹിക്കുന്നത്. അതിന് വഴിയുണ്ടാകുമെന്ന് തന്നെ പ്രതീക്ഷിക്കാം. താങ്ക് യു അർജുൻ.